സാമൂതിരി രാജാക്കന്മാരുടെ കാലം മുതൽക്കേ ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂരിൽ നടത്തിവരുന്ന പ്രധാന ചടങ്ങാണ് ചുറ്റുവിളക്ക്. മുൻകാലങ്ങളിൽ ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞപ്പോൾ ചാവക്കാട് മുൻസിഫ് കോടതിയിലെ അഭിഭാഷകരും ജീവനക്കാരും ചേർന്ന് ഒരു ദിവസത്തെ വിളക്ക് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചു. നീതിന്യായ മേഖലയിലുള്ളവർ ഭക്തിപൂർവ്വം തുടങ്ങിവെച്ച ഈ വഴിപാടാണ് കാലക്രമേണ ജനങ്ങൾക്കിടയിൽ കോടതി വിളക്ക് എന്നറിയപ്പെട്ടു തുടങ്ങിയത്. 1988 മുതൽ ശ്രീ ഗുരുവായൂരപ്പൻ ഏകാദശി വിളക്ക് സെലിബ്രേഷൻ കമ്മിറ്റിയാണ് കോടതി വിളക്ക് എന്ന പവിത്രമായ ചടങ്ങിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ സവിശേഷമായ പേര് തന്നെയാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഗുരു ബാബ ആശ്രമം മേധാവി VI രാജേശ്വരി നൽകിയ ഹർജിയെ തുടർന്നാണ് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. കോടതി വിളക്ക് എന്ന പേര് പൊതുജനങ്ങളിൽ തെറ്റായ ധാരണയുണ്ടാക്കുമെന്നും ഒരു ഭരണഘടനാ സ്ഥാപനമായ ജുഡീഷ്യറി ഒരു പ്രത്യേക മതപരമായ ചടങ്ങിനെ ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കേസ് പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആചാരം ഭരണഘടനാ വിരുദ്ധമല്ലെന്നും അത് നിരോധിക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കാൻ അനുയോജ്യമായ മറ്റൊരു പേര് പരിഗണിക്കാൻ ദേവസ്വം ഭരണസമിതിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ വളരെ ഗൗരവമായി ദേവസ്വം കാണുകയും അതിനനുസരിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചാവക്കാട് മുനിസിപ്പൽ കോടതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് എന്ത് പേര് നൽകണം എന്നതിനെക്കുറിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ഏകാദശി വിളക്ക് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീ ഗുരുവായൂരപ്പൻ ഏകാദശി സെലിബ്രേഷൻ കമ്മിറ്റി എന്ന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിളക്കിൻ്റെ യോഗം കൂടി ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് 150 വർഷങ്ങൾക്ക് മുമ്പ് KE മുൻസിഫ് എന്ന ഒരു ന്യായാധിപൻ തുടങ്ങിവെച്ച വിളക്ക് അഭംഗുരം കഴിഞ്ഞ 150 വർഷത്തോളം വളരെ ഭംഗിയായി ജുഡീഷ്യൽ ഓഫീസേഴ്സും അഭിഭാഷകരും അതുപോലെ തന്നെ കോടതി സ്റ്റാഫും കോടതി ക്ലർക്കുകളും അടങ്ങുന്ന ഈ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ നടത്തിവരുന്നതാണ്. ഈ വിളക്കിനോടനുബന്ധിച്ച് തന്നെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളും ഉൾക്കൊണ്ടുകൊണ്ട് സാംസ്കാരിക പരിപാടികളും അമ്പലത്തിന് പുറത്തുള്ള ചടങ്ങുകളും നടക്കാറുള്ളതാണ്. ആ ചടങ്ങുകളെല്ലാം തന്നെ വളരെ സാമൂഹികമായി എല്ലാ ഐക്യത്തോടു കൂടി നടക്കുന്ന ചടങ്ങുകളാണ്. ഇതോടെ വർഷങ്ങളായി ഭക്തർക്കിടയിൽ ഹൃദിസ്ഥമായ ഒരു ആചാരപ്പേര് ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. ദൂരദർശൻ ന്യൂസ്, തൃശൂർ.